ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 600 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന IPO ആയി ഏഞ്ചൽ ബ്രോക്കിംഗ് ഈ മറ്റന്നാൾ മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു IPO കുറിച്ചും ഇവരുടെ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഈ ഒരു IPOൻ്റെ ഡീറ്റെയിൽസ് സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 22 മുതൽ 24 തീയതി വരെയാണ് ഈ ഒരു IPOൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. ഏകദേശം 600 കോടിയുടെ IPO ആണ് ഇവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ 300 കോടിയുടെ ഒരു ഫ്രഷ് ഇഷ്യൂവും 300 കോടി പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഓഫർ ഫോർ സെയിലുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 305-306 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മിനിമം 49 ഷെയർസിൻ്റെ ഒരു ലോട്ടായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് മാക്സിമം 13 ലോട്ടായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യും എന്നാണ് അനൗൺസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു 600 കോടി ഇഷ്യൂവിൻ്റെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് 50% ഷെയർസും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 15%, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 35%മാണ് ഈ കാറ്റഗറി വൈസായിട്ട് ബ്രേക്കപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു കമ്പനിയെ കുറിച്ച് ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തൊരു കമ്പനി, അതായത് ഇപ്പോഴത്തെ ഒരു തലമുറയാവട്ടെ ഇതിന് മുമ്പുള്ളൊരു തലമുറയാവട്ടെ അവരുടെ ഇടയിലെല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെക്കഗ്നേഷനുള്ള ഒരു കമ്പനിയാണ് ഇവർ. 1996 ഈ ഒരു കമ്പനി രൂപം കൊള്ളുന്നത്. ഇവർ ഫിനാൻഷ്യൽ സർവീസസും അതുപോലെ തന്നെ പ്രൊഡക്ട്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രോക്കിംഗ്, റിസർച്ച്, അഡ്വൈസറി, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ, ലോൺ അഗെയിൻസ്റ്റ് ഷെയർ, അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫണ്ട്, ഇങ്ങനെ കുറേ ഓഫറിംഗ് ഇവർ നൽകുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആക്റ്റീവ് ക്ലയൻസിൻ്റെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4th ലാർജസ്റ്റ് കമ്പനി ഇവരാണ്. അതുപോലെ തന്നെ NSEയിൽ 6.3% മാർക്കറ്റ് ഷെയറും ഇവർക്കുണ്ട്. ഇനി ഇൻക്രിമെൻ്റൽ ക്ലയൻസിൻ്റെ ഒരു റേഷ്യോ, അതായത് വർദ്ധിച്ചു വരുന്ന വർഷം വർദ്ധിച്ചു വരുന്ന ഒരു ക്ലയൻസിൻ്റെ റേഷ്യോയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും 2nd ലാർജസ്റ്റ് കമ്പനിയാണ് ഇവർ NSEയിൽ. അതുപോലെ തന്നെ ഫുൾ സർവീസ് ബ്രോക്കിംഗ് ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ, അതായത് എല്ലാ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം എല്ലാ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള പല ഓഫറുകൾ നൽകുന്ന ഒരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2nd ലാർജസ്റ്റ് കമ്പനിയും ഇവരാണ്. ICICI ഡയറക്റ്റാണ് ഇതിന് മുൻപിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാലുള്ള 2nd ലാർജസ്റ്റ് കമ്പനിയും ഇവരാണ്. 2020 ജൂൺ വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം 2.15 മില്യൺ ബ്രോക്കിംഗ് അക്കൗണ്ടുകൾ, ആക്റ്റീവായിട്ടുള്ള ബ്രോക്കിംഗ് അക്കൗണ്ടുകൾ ഇവർക്ക് നിലവിലുണ്ട്. ഇനി ഇവരുടെ ഒരു സർവീസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യ മുഴുവനായിട്ടും ഏകദേശം 96.87% ഓഫ് ദി കൺട്രി അത്രത്തോളം കവറിങ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ 96.87% ഇവർക്ക് കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ് ഇവർക്ക്. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു കാലഘട്ടം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഒത്തിരി യങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങി അങ്ങനെയുള്ള ന്യൂസ് അപ്ഡേറ്റുകൾ നമ്മൾ കുറേ കാണുന്നു. അപ്പോൾ ഇവർ ഈ ഒരു സമയത്ത് കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ്, അതായത് ഏഞ്ചൽ ബീസ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു പ്രോഡക്റ്റ് യങ്ങർ ജനറേഷനെ ഇവരുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിക്കാൻ വളരെയധികം സഹായിച്ച ഒരു പ്രോഡക്റ്റാണെന്നാണ് കാണുന്നത്. കാരണം വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണെന്നാണ് റിവ്യൂകളെല്ലാം കണ്ടുവരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ സമയത്തുള്ളൊരു നമ്മളൊരു സോഷ്യൽ മീഡിയകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആകട്ടെ ഫേസ്ബുക്ക് ആവട്ടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഇവർ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും പല ട്രേഡിംഗ് കമ്പനികളെയും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇവരും ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചു. ആ ഒരു സ്ട്രാറ്റജി മൂലമായിട്ട് വളരെയധികം യങ് ജനറേഷനെ ഇവരുടെ ഒരു ഇവരുടെ ക്ലയൻസായിട്ട് നേടാൻ സാധിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു പുതിയ തലമുറയിലേക്കും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ക്ലയൻറ്റ് അഡീഷൻ്റെ ഒരു CAGR റേഷ്യോ നോക്കുകയാണെങ്കിൽ 151% CAGR ഗ്രോത്ത് റേറ്റ് ആയിട്ട് ഈ ഒരു കഴിഞ്ഞ വർഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പെർഫോമൻസിലേക്ക് അവർ വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ മുഴുവനായിട്ടും കാണാനുള്ളത്. ഇനി ഇവരുടെ ഒരു മാർക്കറ്റ് ഷെയർ, അതായത് ഈ ഒരു ക്ലയൻസിൻ്റെ അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ സിറോധയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. 16% മാർക്കറ്റ് ഷെയറാണ് സിറോധയ്ക്കുള്ളത്. അതിന് കഴിഞ്ഞ് പുറകെ വരുന്നത് ICICI സെക്യൂരിറ്റീസ് ആണ്. 9.2% ആണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ. അത് കഴിഞ്ഞാൽ വരുന്നത് RKSV സെക്യൂരിറ്റീസ് ആണ്. ഇവർക്ക് 6.4% ആണ് ടോട്ടൽ മാർക്കറ്റ് ഷെയർ നിലനിൽക്കുന്നത്. അതിന് താഴെ, അതായത് 4ാമതായിട്ട് വരുന്നതാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. അതായത് ടോട്ടൽ മാർക്കറ്റ് ഷെയറിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് 4ാമത് നിലനിൽക്കുന്നു. 6.3% ആണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബാക്കിയുള്ള എല്ലാവരും ചേർത്ത് 62.1% ആണ് മാർക്കറ്റ് ഷെയർ നിലനിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊഫൈലാണ് ഇവർക്ക് കാണാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ ഫിനാൻഷ്യൽ ഇയർ 18 മുതലുള്ള ഒരു കാലയളവിൽ
പുതിയ ക്ലയൻറ്റുകളെ ആഡ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ വർധനവ് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 18 ഇവർക്ക് 2.2 ലക്ഷം ക്ലയൻസിനെ ആയിരുന്നു നേടാൻ സാധിച്ചത്. 2019 ആയപ്പോൾ അത് 2.6 ലാക്ക് കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യാൻ സാധിച്ചു. 2020 വരുമ്പോൾ ഒരു ഡബിൾ മടങ്ങാണ് ഇവർക്ക് ക്ലയൻറ്റ് അഡീഷൻ നടന്നിരിക്കുന്നത്. 5.6 ലാക്കാണ് 2020 ഇവർ പുതിയ ക്ലയൻറ്റുകളെ ആഡ് ചെയ്തത്. അതും ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏപ്രിൽ മുതലുള്ള ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ, ആ ഒരു കാലയളവിൽ മാത്രം 4.5 ലക്ഷം പുതിയ ക്ലയൻസിനെ വിൻ ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നതും വലിയൊരു നേട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇവരുടെ ഒരു കീ സ്ട്രെങ്ത്തുകൾ നോക്കുകയാണെങ്കിൽ, ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം ഉണ്ട്. അതുപോലെ തന്നെ ലാർജസ്റ്റ് റീറ്റെയിൽ ബ്രോക്കിംഗ് ഹൗസ് ആണെന്നുള്ളതും ഇവർക്ക് വലിയൊരു വലിയൊരു റെക്കഗ്നേഷനാണ്. അതുമാത്രമല്ല ഒരു ഓൾഡസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിലും വളരെ ഫൈനായിട്ടുള്ള വളരെ റോബസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നു എന്നുള്ളതും ഇവർക്ക് വലിയൊരു നേട്ടമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല പ്രൊഡക്റ്റ് ഓഫറിങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ പല സെഗ്മെൻറ്റുകളിലും വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകൾ ഇവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്നു. ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് നോക്കുകയാണെങ്കിലും നല്ലൊരു തിരിച്ചുവരവ് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡിലും കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ കണ്ടു ഇന്ത്യയിൽ ഏകദേശം എല്ലായിടത്തും തന്നെ രാജ്യത്തിൻ്റെ 96.8% ഏരിയയും കവർ ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതും ഇവർക്ക് വലിയൊരു സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ആയിരിക്കണം എന്നാണ് നമുക്ക് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡുകളിൽ നിന്നെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസുകളിലേക്ക് വരികയാണെങ്കിൽ, ഇവരുടെ ഒരു ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ മാർച്ച് 2018 മുതൽ മാർച്ച് 2018 753.6 കോടിയായിരുന്നു ടോട്ടൽ റവന്യൂ ആയിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത്. അത് ഈ ഒരു വരുന്ന 2019, 2020 ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ അവർക്ക് ആ ഒരു ടോട്ടൽ റവന്യൂ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എന്നിരുന്നാലും പാറ്റ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ 2018 101 കോടി ഉണ്ടായിരുന്നു. അത് 2019 ഒരു കുറവ് വന്നിട്ടുണ്ട്, നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 2020 ഒരു തിരിച്ചുവരവ് അവർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ജൂൺ ക്വാർട്ടറിൽ ഈ ഒരു 2020 ജൂൺ ക്വാർട്ടർ മാത്രം നോക്കുകയാണെങ്കിൽ 38 കോടിയുടെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അവർക്ക് നിലനിൽക്കുന്നു. ഇനി ഒരു ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോയിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. 2018 ഉള്ളതിനെക്കാട്ടിലും 2019 കൂടുതൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 2019, 2020 ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതും ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സെബിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ഇവരുടെ RHP ഫയൽ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു RHP ഫയൽ ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു RHP ഫയലിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വളരെയധികം പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതായത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് റെക്കഗ്നിഷൻ, അതായത് ക്ലയൻറ്റ് അഡീഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇവർക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. അതായത് ഈ ഒരു മാർജിൻ, നമ്മൾ ഈ ഒരു റവന്യൂവിൻ്റെ ഒരു മാർജിൻ നോക്കുകയാണെങ്കിൽ 2018 നിന്ന് 2019 വരുമ്പോൾ നല്ലൊരു ഡിപ്പ് വരുന്നു. അതിനുശേഷം അവർ ആ ഒരു ഡിപ്പ് വന്നതിന് ശേഷം അതിലൊരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു ഡിക്ലൈൻ അവർക്ക് വന്നുള്ളതെന്നുള്ളത് അവർക്കൊരു നെഗറ്റീവ് പോയിന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഒരു പീരീഡിൽ ഇവർക്ക് എല്ലാ കമ്പനികൾക്കും ഉണ്ടായതുപോലെ ഇവർക്കും ബിസിനസ്സിലും റവന്യൂവിലൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് എത്രമാത്രം ഡെപ്തിലുണ്ടായി എന്നുള്ളത് നമ്മൾക്ക് കൂടുതലൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്കും കമ്പനിയുടെ കുറച്ച് ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെല്ലിംഗ് ഷെയർ ഹോൾഡർ, ഈ ഒരു ഷെയർ ഹോൾഡർ ഓഫർ ഫോർ സെയിൽ വെക്കുന്ന ഒരു ഷെയർ ഹോൾഡറും ഇവർക്ക് എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആയിട്ടൊരു കേസ് നടക്കുന്നുണ്ട്. കേസിനെ സംബന്ധിച്ചുള്ളൊരു പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇമ്പാക്റ്റുകൾ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിധികൾ വരുമ്പോഴൊക്കെ ഇതൊരു ഇമ്പാക്റ്റുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സും ഇവർക്കുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു IPOൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 22 തീയതി മുതൽ 24 തീയതി വരെയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അലോട്ട്മെൻറ്റുകളുടെ ഫൈനലൈസേഷൻ 29 തീയതി സെപ്റ്റംബർ 29 തീയതി നടക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സെപ്റ്റംബർ 30 തീയതി റീഫണ്ട് ഇനീഷ്യേഷൻ നടക്കുകയും ചെയ്യും. അലോട്ട്മെൻറ്റ് ആയവർക്ക് ഒക്ടോബർ 1 തീയതി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഷെയറുകൾ ക്രെഡിറ്റ് ആവുകയും ഒക്ടോബർ 5 തീയതി ഈ ഷെയറുകൾ മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മൾക്ക് അടുത്തൊരു ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്, ഈ ഒരു ആഴ്ച നോക്കുകയാണെങ്കിൽ 3 IPOകളാണ് മാർക്കറ്റിൽ ലിസ്റ്റാകാൻ പോകുന്നത്. കെംകോൺ, ക്യാംസ്, അതേ തുടർന്ന് ഏഞ്ചൽ ബ്രോക്കിംഗ്.
അപ്പോൾ ഇതിൽ ഏത് IPO അപ്ലൈ ചെയ്യണം, ഇത് മൂന്നും അപ്ലൈ ചെയ്യണോ, അപ്പോൾ ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് ഇതിനുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം ഇത്രമാത്രം ഫണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏത് IPO അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്താനാണെങ്കിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ആണോ അതോ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഉത്തരത്തിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, കാരണം ഒരു സെലക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളൊരു ലിസ്റ്റിംഗ് ഗെയിൻ ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മൈ ചോയ്സ് വിൽ ബി കെംകോൺ. അതല്ല നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ക്യാംസ് ആയിരിക്കും നല്ല IPO ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി ഏഞ്ചൽ ബ്രോക്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് നെഗറ്റീവ് പോയിൻറ്റ്സുകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വാച്ച് ചെയ്തതിന് ശേഷം, അതായത് ഇവർക്ക് എത്രമാത്രം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു, ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ നോക്കിയതിന് ശേഷം, അപ്പോൾ ആ ഒരു റെസ്പോൺസൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും സേഫ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു IPOനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അനലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.